ഇനി നമുക്ക് വേപ്പിലച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം തൊലി കളഞ്ഞ ചെറുപയറിൻ്റെ പരിപ്പാണ് എടുത്തേക്കുന്നത്. അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു എമൗണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് പരിപ്പ് ചെറുപയർ പരിപ്പും കൂടി അങ്ങനെ 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകിയതിന് ശേഷം അതിൻ്റെ 4 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 4-5 അടി വിസിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം തുറന്നിട്ട് ഒന്ന് നന്നായിട്ട് നോക്കുക. നന്നായി വെന്തിട്ട് ഇതുപോലെ ഇരിക്കണം, കുഴഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു കഞ്ഞി പോലെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂട്ടി ഒഴിച്ചാൽ കഞ്ഞി പോലെ ആക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇനി വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളകും ഒരു 1/4 ടീസ്പൂൺ ജീരകം, സാധാരണ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലോണം വേണ്ടത് കറിവേപ്പിലയാണ്. നമ്മൾ വേപ്പില കൊണ്ട് ഉള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിവേപ്പില നല്ലോണം എടുക്കണം. ഒരു 10-20 തണ്ടൊക്കെ നല്ല വലിയ തണ്ട് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോഴാണ് ഒരു എമൗണ്ട് നമ്മൾ പൊടിച്ച് വരുമ്പോൾ ഉണ്ടാവുക. അതെല്ലാം ഞാൻ ഉതിർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം നേരം റോസ്റ്റ് ചെയ്യണം, അതിൻ്റെ കളറൊന്നും മാറണ്ട. ഒരു 10 സെക്കൻഡൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോയാൽ മതിയാവും. അപ്പോൾ ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഞാൻ ഇവിടെ പച്ചമുളകാണ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ഇതുപോലെ പൊടിച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ പൊടിയായിട്ട് പൊടിച്ചെടുക്കുക. അപ്പം അത്രയും വേപ്പില എടുത്തപ്പോഴാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് പൊടി കിട്ടിയത്. ഇതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നട്ട്സ് ഏതൊക്കെയാണ് വേണമെന്ന് വെച്ചിട്ട് കൊടുക്കാം. കാഷ്യും കപ്പലണ്ടിയും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ കുരുയില്ലാത്ത റൈസിൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചേർത്താൽ നല്ലതാണ്. നമുക്ക് ഉണക്കമുന്തിരിയൊക്കെ ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. നട്ട്സൊക്കെ റിച്ച് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, നല്ലതാണ്. അപ്പോൾ ഇനി അതൊന്ന് നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടി അരിഞ്ഞ് വെച്ച ഇഞ്ചി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇഞ്ചി നന്നായിട്ട് കൊടുക്കുമ്പോൾ നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ചേർക്കാൻ മറന്നു, അതുകൊണ്ട് ലാസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്തിട്ടൊന്ന് ഇളക്കുക. അപ്പോഴാണ് ആ ചോറിലേക്ക് മിക്സ് ആക്കുമ്പോൾ നന്നായിട്ട് ഉപ്പ് എല്ലായിടത്തേക്കും ഒന്ന് പിടിക്കുള്ളൂ. ഒരു പാകത്തിന് ഉപ്പൊക്കെ മതിയാവും. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ചോറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക. ഞാൻ ഈ സമയത്താണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സാക്കി വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു കുറച്ച് തൈര് ഒക്കെ ഉണ്ടെങ്കിൽ തൈരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടാണ് അത് വെച്ചിട്ട് സെർവ് ചെയ്യാം. കുറച്ച് പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്.